നിങ്ങൾ ഇന്ത്യൻ ആർമിയിലെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസറാണ് എന്ന് കരുതുക. രാജ്യത്തിനു വേണ്ടി ജീവൻ അപകടത്തിലാക്കി അതിർത്തിയിൽ ശത്രുക്കളോട് പോരാടിയിട്ടുള്ള ധീരനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ. നിങ്ങളൊരു സുപ്രഭാതത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം നിങ്ങളോട് ഒരു പ്രത്യേക സേവനം ആവശ്യപ്പെടുന്നു. അതായത് നിങ്ങളും ഈ ഭരണാധികാരിയും തമ്മിൽ കാര്യമായിട്ടുള്ള രൂപസാദൃശ്യമുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുള്ള സാഹചര്യം ആയതുകൊണ്ട് ഈ ഭരണാധികാരിയുടെ ബോഡി ഡബിൾ അഥവാ അപരനായി നിങ്ങൾ മാറണം. അദ്ദേഹത്തിന് നേർക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ പകരം പോകണം. ഈ ഭരണാധികാരിയുടെ അപരനായി കഴിയുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അച്ഛനമ്മമാരെയും ഒക്കെ മറക്കേണ്ടി വരും. ഭരണാധികാരിയുടെ പ്രാണനെടുക്കാൻ വേണ്ടി വരാനിടയുള്ള കൊലയാളികളുടെ തോക്കിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ മുന്നിൽ ഒരു ചാവേറായിട്ട് അല്ലെങ്കിൽ ഒരു നേർച്ചക്കോഴിയായിട്ട് പൊതുവേദികളിൽ ചെന്ന് നിന്നു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നിയോഗം മുന്നിൽ വന്നപ്പോൾ അതിനോട് യെസ് അല്ലെങ്കിൽ നോ പറയാനുള്ള ചോയ്സ് നിങ്ങൾക്കുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ ആ ഓഫർ നിരസിച്ചു എന്ന് വിചാരിക്കുക. ആ നിമിഷം മുതൽക്ക് നിങ്ങളെ ഭരണകൂടം അതിക്രൂരമായിട്ടുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് വിധേയമാക്കാനുള്ള സാധ്യത എന്തുമാത്രമാണ്. നിങ്ങളുടെ സഹനശേഷിയുടെ നെല്ലിപ്പലക താണ്ടിച്ച് ആത്മഹത്യാപരമായിട്ടുള്ള ആ തീരുമാനം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ഈ നാട്ടിലെ ഗവൺമെൻറ്റിന് സാധിക്കുമോ? താമസിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മറുപടി എന്താകുമെന്ന് എനിക്ക് ഊഹിക്കാനാവും. ഒരിക്കലുമില്ല. ഇത് നാട് ഇന്ത്യയാണ്. ഈ സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിലെ ഓരോ പൗരനും അവൻ്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സാമൂഹിക നീതിയും സമത്വവും ഒക്കെ ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭരണഘടനയും അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി സദാ ജാഗരൂകമായ ഒരു നീതിന്യായ വ്യവസ്ഥയും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തർക്കും ഇന്നും നെഞ്ചുവിരിച്ച് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ അതങ്ങനെ അല്ലാത്ത നാടുകളും ലോക ഭൂപടത്തിലുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് സദ്ദാം ഹുസൈൻ ഏതാണ്ട് 24 വർഷത്തോളം അടക്കി ഭരിച്ച റിപ്പബ്ലിക് ഓഫ് ഇറാഖ് എന്ന രാജ്യമാണ്. അവിടെ ഈ മേൽപ്പറഞ്ഞ ദുര്യോഗം അനുഭവിക്കാൻ നിർബന്ധിതനായ ഒരു സൈനിക ഓഫീസർ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് സദ്ദാമിൻ്റെ മകൻ ഉദയ് ഹുസൈനുമായിട്ട് അസാമാന്യമായ രൂപസാദൃശ്യം ഉണ്ടായിപ്പോയി എന്ന ഒരൊറ്റ യാദൃച്ഛികതയുടെ പേരിൽ ആ മനുഷ്യൻ അനുഭവിച്ചു തീർത്ത ദുരിതങ്ങൾ ചില്ലറയല്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ശേഷം എഴുതിയ ആത്മകഥയിൽ അയാൾ പകർത്തി വെച്ചിട്ടുള്ള വിശദാംശങ്ങൾ നമ്മൾ ആരുടെയും ചോര മരവിപ്പിക്കാൻ പോകുന്നതാണ്. ഏകഛത്രാധിപതിയായ അച്ഛൻ സദ്ദാം ഹുസൈൻ്റെ അധികാരത്തണലിൽ മകൻ ഉദയ് സദ്ദാം ഹുസൈൻ ഇറാഖിൻ്റെ മണ്ണിൽ നടത്തിപ്പോന്ന അതിനിഷ്ഠുരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥ. പ്രസിഡന്റിൻ്റെ പുത്രനുമായി ഉണ്ടായിപ്പോയ കേവല രൂപസാദൃശ്യത്തിൻ്റെ പേരിൽ ഇറാഖി സൈന്യത്തിലെ ഒരു കമാൻഡോ ഓഫീസർക്ക് നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1987 സെപ്റ്റംബർ 23 ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിൻ്റെ തെരുവുകളിലൂടെ കറുത്ത കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഗ്ലാസുകളുള്ള ഒരു മെഴ്സിഡസ് ബെൻസ് ലിമോസിൻ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ആ ലിമോസിൻ്റെ പിൻസീറ്റിൽ ഒരു യുവാവ് പടപട ഇടിക്കുന്ന നെഞ്ചുമായിട്ട് ഇരിക്കുകയാണ്. ആ വണ്ടിയുടെ ഡ്രൈവർ മുന്നിലേക്ക് നോക്കി തന്നെ ഇരുന്നിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ആ മുഖത്ത് ക്രൗര്യം കലർന്ന ഒരു മൗനമുണ്ട്. ആ വണ്ടിയുടെ കറുത്ത നിറത്തിലുള്ള സീറ്റ് ലെതറിൽ നിന്ന് വരുന്ന മണം മൂക്കും തുളച്ചകത്തേക്ക് കടന്നപ്പോൾ ഈ യുവാവ് അറിയാതെ മനസ്സിൽ പറഞ്ഞു, ബെൻസ് പുതുപുത്തനാണ്. അതിൻ്റെ ഡാഷ്ബോർഡ് വില കൂടിയ ഏതോ തടിയിൽ കടഞ്ഞുണ്ടാക്കിയതാണ്. അതിൻ്റെ മുകളിലൂടെ അയാൾ വെറുതെ തൻ്റെ കൈ ഒന്ന് ഓടിച്ചു നോക്കി. ഇതിൻ്റെ AC ഒച്ചയാണെങ്കിൽ വണ്ടിയുടെ ഉള്ളിലേക്ക് കേൾക്കുന്ന തന്നെ ഇല്ല. എഞ്ചിൻ്റെ ശബ്ദം പോലും നേരിയൊരു മൂളക്കം പോലെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ളൂ. ആ ലിമോസിൻ അയാളെയും കൊണ്ട് ബാഗ്ദാദിലെ പ്രധാന അധികാര സ്ഥിര കേന്ദ്രത്തിൻ്റെ അൽ റദ്വാനിയ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൻ്റെ ആർച്ചും കടന്ന് അകത്തേക്ക് ചെന്നു. വളരെ വിശാലമായിട്ടുള്ളൊരു കോമ്പൗണ്ടാണത്. ഒരു ശരാശരി യൂറോപ്യൻ ടൗൺഷിപ്പിൻ്റെ വിസ്തൃതി അതിനുണ്ട്. അതിൻ്റെ ഉള്ളിൽ മന്ത്രാലയങ്ങൾ, അവിടെ ജോലി ചെയ്യുന്നവർക്കുള്ള പാർപ്പിട സമുച്ചയങ്ങൾ, റണ്ണിങ് ട്രാക്കുകൾ, സിനിമാ കൊട്ടകകൾ, ആശുപത്രികൾ, നീന്തൽക്കുളങ്ങൾ, ജലധാരകൾ, എന്തിനൊരു മിനി എയർപോർട്ട് വരെ അതിൻ്റെ ഉള്ളിലുണ്ട്. സദ്ദാം ഹുസൈൻ്റെ സ്വകാര്യ സ്വർഗമാണ് ഈ ഗേറ്റഡ് കോമ്പൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ എങ്ങോട്ടാണ് ഈ ലിമോസിനിൽ കയറ്റി കൊണ്ടുപോകുന്നത് എന്ന് ഈ യുവാവിന് നിശ്ചയമില്ലായിരുന്നു. അത് വാതുറന്ന് ചോദിക്കാനുള്ള ധൈര്യവും അപ്പോൾ അയാൾക്കില്ലായിരുന്നു. ആ വണ്ടിയുടെ പിന്നിലെ ഗ്ലാസ്സിലൂടെ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ ഡിറ്റോ അതേപോലെയുള്ള മറ്റൊരു ലിമോസിൻ പിന്തുടർന്നു വരുന്നത് ഇയാൾ കാണുന്നു. അതോടെ അയാളുടെ മനസ്സിലെ ഭയം വീണ്ടും ഇരട്ടിക്കുന്നു. പറയുമ്പോൾ ഇറാഖി ആർമിയിലെ ധീരനായിട്ടുള്ള ഒരു ഓഫീസറാണ്.
പോർമുഖത്ത് ഇന്നോളം ഒരു ഭീഷണ സാഹചര്യത്തിലും മുട്ടിടി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ ഈ നിമിഷം ഉദ്വേഗം സഹിക്കാൻ വയ്യാതെ അയാളുടെ സർവ്വരോമകൂപങ്ങളിൽ നിന്നും വിയർപ്പ് കുടുകുട ഒഴുകിയിറങ്ങി. നനഞ്ഞു കുതിർന്ന കൈവിരലുകൾ അയാൾ യൂണിഫോമിൽ തുടച്ചു. ഈ വിളി ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ തേടി വന്നത് എന്നൊരു ചോദ്യം അയാളുടെ മനസ്സിൽ കടന്ന് തിക്കുമുട്ടുന്നുണ്ടായിരുന്നു. അന്ന് ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണത്തിന് കീഴിൽ ഇങ്ങനെയുള്ള വിളികളൊക്കെ സാധാരണമാണ്. പക്ഷേ പലപ്പോഴും ഈ വിളി നല്ലതിനാവാറില്ല എന്ന് മാത്രം. സർക്കാർ സർവീസിലുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങനൊരു വിളി വരാം. അവർക്ക് നേരെ അലിഗേഷൻസ് ഉണ്ടാവാം. കാര്യമായ വിചാരണ ഒന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ ശിക്ഷയും വിധിക്കപ്പെട്ടു എന്ന് വരാം. ആ ശിക്ഷ പലപ്പോഴും ഇറാഖിലെ കുപ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ജയിലിൽ അടച്ചിട്ടുള്ള കൊടിയ പീഡനങ്ങളാവാം. ചിലപ്പോൾ മരണം വരെ വിധിക്കപ്പെടാം. വളരെ നിസ്സാരമായിട്ടുള്ള ആക്ഷേപങ്ങളുടെ പേരിൽ നിന്ന നിൽപ്പിന് ഒരു രോമം പോലും ബാക്കി വരാതെ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷരായിട്ടുള്ളവർ അങ്ങനെ എത്രയോ പേരുണ്ട്. സദ്ദാമിൻ്റെ വേണ്ടപ്പെട്ടവരുടെയോ അപ്രീതിക്ക് ഇരയാകാൻ നിങ്ങളങ്ങനെ കൊടുംപാതകങ്ങളൊന്നും പ്രവർത്തിക്കണം എന്നില്ല. അശ്രദ്ധമായിട്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു സദ്ദാം വിമർശനം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ പറ്റി ഏതെങ്കിലും ഒരു സ്വകാര്യ സദസ്സിൽ നടത്തിപ്പോയ ഒരു പരിഹാസം, അതുമല്ലെങ്കിൽ സദ്ദാമിൻ്റെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പ്രസിഡന്റിൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആർക്കെങ്കിലും വെറുതെ ഒന്ന് തോന്നിയാൽ മാത്രം മതി നിങ്ങളുടെ തലവര മാറി മറിയാൻ. പക്ഷേ അങ്ങനെ യാതൊന്നും തന്നെ താൻ നടത്തിയതായിട്ട് ആ യുവാവിന് അപ്പോൾ ഓർമ്മ വരുന്നില്ല. പിന്നെ എന്തിനായിരിക്കും ഈ വിളി? ഓർക്കുംതോറും അയാളുടെ ആധി ഇങ്ങനെ കൂടി വന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ പരിഭ്രാന്തനായിട്ടിരുന്ന ആ യുവാവിൻ്റെ പേര് ലത്തീഫ് യഹിയ എന്നായിരുന്നു. സാമാന്യത്തിലധികം ധനാഢ്യമായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു ലത്തീഫിൻ്റെ ജന്മം കൊണ്ട് ഒരു കുർദു വംശജനാണ് ഇയാൾ. അച്ഛന് ഇറാഖിലെ മൻസൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സും, ബോബൽ ഷാമിൽ ഒരു മാർബിൾ ഫാക്ടറിയും, ബാഗ്ദാദ് നഗരത്തിൽ 2-3 ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് സ്റ്റോറുകളും ഒക്കെ ഉണ്ടായിരുന്നു. 1986 ബാഗ്ദാദ് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസും നിയമവും 1ാം ഗ്രേഡിൽ പാസ്സായ ശേഷം 87 ജനുവരി 6-ാം തീയതിയാണ് ലത്തീഫ് ഇറാഖി ആർമിയിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. നിയമം പഠിച്ചിറങ്ങി അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കണമെന്നായിരുന്നു സത്യത്തിൽ അയാളുടെ മനസ്സിൽ. പക്ഷേ അന്ന് ഇറാഖിൽ നിലനിന്നിരുന്ന നിയമം അനുസരിച്ച് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബിരുദധാരികളോ അല്ലെങ്കിൽ പഠനം പാതിവഴി നിർത്തിയവരായിട്ടുള്ള എല്ലാവരും തന്നെ രാജ്യത്തിനു വേണ്ടി സൈന്യത്തിൽ ചേർന്ന് പോരാടാൻ നിർബന്ധിതരായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ പഠനം പാതി വഴി നിർത്തിയവർക്കുള്ള ചുരുങ്ങിയ കാലാവധി 3 വർഷമാണ്. ബിരുദധാരികൾക്ക് ചെറിയൊരളവുണ്ട്. സൈനിക സേവനം 21 മാസം മതി. ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാലാവധിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് സൈന്യത്തിലേക്ക് യുവാക്കളെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിലും അത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പിന്നീട് 8-10 വർഷം വരെയൊക്കെ നീണ്ടുപോകുന്ന പതിവും ഇറാഖിലുണ്ടായിരുന്നു. 1980 തുടങ്ങിയ ഇറാഖ് യുദ്ധം ഇങ്ങനെ അന്ത്യമില്ലാതെ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ സദ്ദാമിന് അതിർത്തിയിൽ പോരാടാൻ സൈനികരെന്നും ആവശ്യമായിരുന്നു. ലത്തീഫിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള പലരും അവരുടെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവിനെയെങ്കിലും ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടവരായിരുന്നു. പലരുടെയും വേണ്ടപ്പെട്ടവർ ഇങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരു കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ ഒക്കെ മടങ്ങി വന്നവരാണ്. പൊള്ളിയ മുഖങ്ങളുള്ള, കുഴിഞ്ഞ കണ്ണും മരിച്ച ആത്മാക്കളുമുള്ള ചലിക്കുന്ന മൃതദേഹങ്ങൾ ബാഗ്ദാദിൻ്റെ തെരുവുകളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു അന്നൊക്കെ. ഒരു വശത്ത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാം. മറുവശത്താണെങ്കിൽ കൈകളിൽ കലാഷ്നിക്കോവും തോളത്ത് ബാക്ക് പാക്കുകളും ഏന്തിക്കൊണ്ട് യുദ്ധമുഖത്തേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാരുടെ മറ്റൊരു നിരയും നമുക്ക് കാണാമായിരുന്നു. ജീവിതത്തിൻ്റെ വല്ലാത്തൊരു വൈരുദ്ധ്യം തന്നെ. ഇങ്ങനെ സൈന്യത്തിലേക്ക് നിർബന്ധിച്ച് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാവർക്കും പക്ഷെ ഒരുപോലെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ല. ചിലരെങ്കിലും സൈന്യം വിട്ട് ഓടി നാട്ടിലേക്ക് തിരികെ പോരാറുണ്ട്. ഇങ്ങനെ സൈന്യത്തിൽ നിന്ന് ചാടിപ്പോരുന്ന ഭീരുക്കൾ എന്ന് മുദ്രകുത്തപ്പെടുന്ന യുവാക്കളെ പക്ഷെ വല്ലാത്തൊരു പ്രതികാര ബുദ്ധിയോടെ തേടിപ്പിടിച്ച് കൽത്തുറുങ്കിലടച്ച് വിചാരണ ചെയ്യാറുണ്ട് സദ്ദാം ഹുസൈൻ. വിചാരണ ചെയ്യുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഒടുവിൽ അവരെ കഴിവേറ്റുക ഏറ്റവും ഉറ്റ ബന്ധുക്കൾ നോക്കി നിൽക്കുമ്പോഴാകും. മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഈ പരസ്യ കഴിവേറ്റങ്ങൾ പലപ്പോഴും നാഷണൽ ടെലിവിഷനിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന പതിവും സദ്ദാമിനുണ്ടായിരുന്നു. ഇങ്ങനെ വധശിക്ഷ ഏറ്റുവാങ്ങുന്ന ദുർഭാഗ്യവാന്മാർക്ക് മതാചാരമനുസരിച്ചുള്ള ഖബറടക്കം പോലും അന്ന് ഇറാഖിൽ നിഷേധിക്കപ്പെട്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു ചോയ്സുമില്ലാതെ മിലിറ്ററിയിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടെത്തുന്ന ലത്തീഫ് യഹിയ എന്ന നിയമബിരുദധാരി ആദ്യമായിട്ട് നിയോഗിക്കപ്പെടുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ് യൂണിറ്റിലേക്കാണ്. അവിടെ മാസങ്ങൾ നീണ്ട നിർദ്ദയമുള്ള കഠിന പരിശീലനമാണ്. അത് പൂർത്തിയാക്കി തൻ്റെ 23ാമത്തെ വയസ്സിൽ ലത്തീഫ് യഹിയ ഇറാഖി സേനയിലെ ഒരു കമാൻഡോ ആയിട്ട് മാറി. അങ്ങനെ കമാൻഡോ ആയി വെറും 6 മാസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് തൻ്റെ സേവന മികവിൻ്റെ പേരിൽ ഫസ്റ്റ് ലഫ്റ്റനൻ്റായിട്ട് സ്ഥാനക്കയറ്റവും കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരു സുപ്രഭാതത്തിൽ ബാഗ്ദാദിലെ സൈനിക ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവ് ലത്തീഫിനെ തേടി എത്തുന്നത്.
അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാളെ ഒരു കറുത്ത മെഴ്സിഡസ് ലിമോസിൻ കാറിൽ റോയൽ പാലസ് കോമ്പൗണ്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. മെഴ്സിഡസ് ലിമോസിൻ കൊണ്ടുവന്ന് നിർത്തുന്നത് കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള നിസർ ബാഗ്ദാദ് കൊട്ടാരത്തിന്റെ മുന്നിലാണ്. ഈ കൊട്ടാരം കണ്ടപാടെ തന്നെ സ്ഥലം ഏതാണ് എന്ന് ലത്തീഫിന് മനസ്സിലായി. ഇത് ഉദയ് സദ്ദാമിന്റെ പാലസ് ആണ്. എത്രയോ തവണ ഇയാളിത് ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ തന്നെ എന്തിനാണ് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മാത്രം അയാൾക്ക് മനസ്സിലായില്ല. എന്തായിരിക്കും തന്നിൽ നിന്ന് ഉദയ്ക്ക് വേണ്ടത് എന്നും എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി വണ്ടി നിർത്തിയതും ഡ്രൈവർ മുൻസീറ്റിൽ നിന്ന് ഇറങ്ങി പിന്നിലേക്ക് വന്ന് ലത്തീഫിന് ഡോർ തുറന്നു കൊടുത്തു. അവിടെ കാത്തിരുന്ന അംഗരക്ഷകർ ഇയാളെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയെങ്കിലും അവരാരും തന്നെ കമാന്നൊരക്ഷരം ലത്തീഫിനോട് മിണ്ടുന്നില്ല. ആ മാളികയുടെ വിശാലമായിട്ടുള്ള ഹാളിൽ ഒരു വലിയ നിലക്കണ്ണാടിക്ക് മുന്നിൽ സ്വന്തം രൂപം നോക്കിക്കൊണ്ട് ലത്തീഫ് 4-5 മിനിറ്റ് നിന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഹാളിൻ്റെ മറുവശത്തായിട്ടിരിക്കുന്ന വലിയൊരു സോഫ സെറ്റ് അയാൾ കണ്ടു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ സ്വർണം പൂശിയ ലൈനിങ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതും നോക്കി കണ്ണും മിഴിച്ചുകൊണ്ട് ലത്തീഫ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹാളിൻ്റെ മറ്റേ അറ്റത്തുള്ള വലിയ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അടുത്ത നിമിഷം സാക്ഷാൽ ഉദയ് സദ്ദാം ഹുസൈൻ ലത്തീഫിൻ്റെ മുന്നിൽ വന്നു നിന്നു. ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിൽ ഇറുക്കി പിടിച്ചിട്ടുള്ള തടിയൻ ക്യൂബൻ സിഗാർ, ട്രേഡ് മാർക്ക് ഉദയ് സ്റ്റൈൽ. ഇനിയും ഇവനിത് വിട്ടിട്ടില്ല അല്ലേ എന്ന് ലത്തീഫ് മനസ്സിൽ പറഞ്ഞു. ഇവന് ഒരു രൂപവ്യത്യാസവുമില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോഴും കാണാൻ ഇരട്ടപ്പെട്ട സഹോദരങ്ങളെപ്പോലെ തന്നെയുണ്ട് എന്നും അവൻ മനസ്സിലോർത്തു. ഈ ഉദയ് സദ്ദാം ഹുസൈനും ലത്തീഫ് യഹിയും ഒരേ കോൺവെന്റ് സ്കൂളിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. പക്ഷെ അന്നത്തെ പരിചയമൊക്കെ ഇന്ന് ഇത്രയും നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഉദയ് ഓർത്തിരിക്കുന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ലത്തീഫിന് സംശയമുണ്ടായിരുന്നു. ക്യൂബൻ സിഗാർ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് നേരിയൊരു പുഞ്ചിരിയോടെ തികഞ്ഞ സൗമ്യഭാവത്തിൽ ഉദയ് ലത്തീഫിനോട് കുശലം ചോദിച്ചു. അതിർത്തിയിൽ നിന്റെ യുദ്ധമൊക്കെ എങ്ങനെ പോകുന്നു? നിന്നെപ്പറ്റി നല്ലത് മാത്രമാണല്ലോ ഞാൻ കേൾക്കുന്നത്. അഭിനന്ദനത്തിൻ്റെ ടോണിൽ ഉള്ള കുശലത്തോട് ചുരുങ്ങിയ വാക്കുകളിലാണ് ലത്തീഫ് പ്രതികരിച്ചത്. ഐ ലൈക്ക് മൈ ജോബ് ഇൻ ദ ആർമി. 1-2 വർഷം കൂടി എനിക്ക് സർവീസിൽ തുടരണം. എന്നിട്ട് പതുക്കെ ഡിസ്ചാർജ് വാങ്ങി അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാൻ വേണ്ടി നാട്ടിലേക്ക് മടങ്ങണം. ലത്തീഫ പറഞ്ഞത് ക്ഷമയോടെ കേട്ടിരുന്ന ശേഷം ഉദയ് സദ്ദാം തൻ്റെ ക്യൂബൻ സിഗാറിൽ നിന്ന് ആഞ്ഞൊരു ഡ്രാഗ് എടുക്കുന്നു. എന്നിട്ട് ആ നീലപ്പുക ഒട്ടും ഉള്ളിലേക്ക് എടുക്കാതെ അതിനെ മുകളിലേക്ക് ഊതി പറപ്പിക്കുന്നു. അതിനുശേഷം കത്തുന്ന കണ്ണുകളോടെ അയാൾ ലത്തീഫിനെ നോക്കുന്നു. ആ കണ്ണുകളിൽ തെളിഞ്ഞ അഗ്നി ലത്തീഫിനെ സ്തബ്ധനാക്കുന്നു. അല്പനേരത്തേക്ക് ആ മുറിയിൽ തളം കെട്ടി നിന്ന നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഉദയ് സദ്ദാമിൻ്റെ ഘനഗംഭീരമായ സ്വരത്തിലുള്ള അടുത്ത ചോദ്യം അവിടെ മുഴങ്ങുന്നു. നിനക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് പറയട്ടെ? വേണം പ്ലീസ് എന്ന് ലത്തീഫിൻ്റെ മറുപടി. പിന്നീട് അവിടെ നടന്നത് ആ യുവ സൈനികനെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. ലത്തീഫ് ജ്യൂസ് വേണമെന്ന് മറുപടി പറഞ്ഞ ശേഷം ഉദയ് സദ്ദാം ഒരു അക്ഷരം പോലും ഉരുവിട്ടിട്ടില്ല. അയാൾ ഒരു ബട്ടണും അമർത്തിയിട്ടുമില്ല. ഫോണെടുത്ത് അയാൾ ആരെയും വിളിച്ചിട്ടുമില്ല. എന്നിട്ടും തൊട്ടടുത്ത നിമിഷം അവർക്ക് പിന്നിലെ ആ വലിയ വാതിൽ മലർക്കെ തുറക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും വെളുവെളുത്ത തുണി ഗ്ലൗസും ധരിച്ച ഒരു കുശിനിക്കാരൻ ഒരു ട്രേയിൽ ഫ്രഷ് അൺസ്വീറ്റൻഡ് ഓറഞ്ച് ജ്യൂസുമായിട്ട് ആ മുറിയിലേക്ക് കടന്നു വരുന്നു. ഈ ജ്യൂസിൽ നിന്നും ലത്തീഫ് 1-2 സിപ്പ് കുടിക്കുന്നതിനിടയ്ക്ക് ഉദയ് സദ്ദാമിൻ്റെ ശബ്ദം വീണ്ടും പോകുന്നു. നോക്കൂ ലത്തീഫ്, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ ഇന്നു മുതൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നായി ഉദയ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് അയാൾ ഉദ്ദേശിച്ചത് എന്ന് ലത്തീഫിന് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തെളിച്ചു പറയൂ എന്ന് ലത്തീഫിൻ്റെ മറു ചോദ്യം. നിമിഷ നേരത്തേക്കൊന്ന് മുരടരക്കിയ ശേഷം ഉദയ് സദ്ദാം വീണ്ടും വാ തുറക്കുന്നു. നീ എൻ്റെ ഫിദായി ആവണം. ഫിദായി എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം ചാവേർ എന്നാണ്. ഉദയ് സദ്ദാമുമായിട്ടുള്ള തൻ്റെ രൂപസാമ്യം വെച്ച് അയാളുടെ ബോഡി ഡബിൾ ആകാനാണ് ക്ഷണമെന്ന് ഊഹിക്കാൻ ലത്തീഫിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. സദ്ദാം ഹുസൈൻ തിക്രിതിക്ക് 1 അല്ല 2 ഫിദായിനുണ്ടായിരുന്നു. അവരെപ്പറ്റി അമേരിക്കൻ ഇൻ്റലിജൻസിന് മാത്രമല്ല ഇറാഖിലെ ഓരോ കൊച്ചു കുഞ്ഞിനും അറിയാമായിരുന്നു. അതിപ്പോൾ സദ്ദാം മാത്രമല്ല, പണ്ട് സ്റ്റാലിനും ഇറാനിലെ ഷായും ഒക്കെ ബോഡി ഡബിൾസിനെ കൊണ്ട് നടന്നിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഷിയാക്കൾക്കിടയിൽ സദ്ദാമിന് ശത്രുക്കൾ എമ്പാടും ഉണ്ടായിരുന്നതുകൊണ്ട് ഏതു നേരത്തും ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 1984 നടന്ന ഒരു ആക്രമണത്തിൽ സദ്ദാമിൻ്റെ ഫിദായിനുകളിൽ ഒരാൾ കൊല്ലപ്പെട്ടതുകൊണ്ട് നിലവിൽ ഒരാൾ മാത്രമേ ചാവേറായിട്ടുള്ളൂ. പേര് ഫാവോസ് അൽ എമരി. അച്ഛന് മാത്രമല്ല മകനും ഇപ്പോൾ ശത്രുക്കൾ എമ്പാടുമുണ്ട്. ഒരു ആക്രമണം ഉദയൻ്റെ നേർക്കും ഏതു നേരത്തും വരാമെന്ന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ആ റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടി തൻ്റെ ബോഡി ഡബിൾ ആവണം ലത്തീഫ് എന്നാണ് ഉദയ് പറഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുക അത്ര എളുപ്പമല്ല.
ലത്തീഫ് യഹിയ എന്ന തൻ്റെ അസ്തിത്വവും സ്വകാര്യ ജീവിതവും കുടുംബവും പ്രണയങ്ങളും ഒക്കെ അതോടെ മറക്കേണ്ടി വരും. സമ്മതമല്ല എന്ന് മറുപടി പറയാൻ വേണ്ടി ഇയാൾ തുടങ്ങിയതും ഉദയിൻ്റെ ഘനഗംഭീര ശബ്ദം വീണ്ടും പൊതി. നീ അങ്ങനെ പെട്ടെന്നൊരു മറുപടി പറയണം എന്നില്ല. 10 മിനിറ്റ് സമയമെടുത്ത് നല്ലപോലെ ആലോചിച്ച് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞ് ഉദയ് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 10 മിനിറ്റിനുള്ളിൽ തിരികെ വരുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും 1 മണിക്കൂർ നേരത്തേക്ക് പിന്നീട് ആശാൻ്റെ മടങ്ങി വരവുണ്ടായില്ല. ഇങ്ങനെ അനിശ്ചിതമായിട്ട് ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരുതരം മാനം കെട്ട ഏർപ്പാടാണ്. അതും നിർബന്ധിതമായിട്ടുള്ള കാത്തിരിപ്പ്. പോകാൻ അനുവദിക്കാതെ ഒരാളെ ഇങ്ങനെ ബലമായിട്ട് തടഞ്ഞു നിർത്തുന്നത് സത്യത്തിൽ അധികാര പ്രകടനത്തിൽ കുറഞ്ഞ് ഒന്നുമല്ല. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂർ നേരം കഴിഞ്ഞ ശേഷം ഉദയ് തിരിച്ച് അതേ മുറിക്കുള്ളിലേക്ക് മടങ്ങി വന്നു. അത്രയും നേരം ചുവരിനപ്പുറം ഇരുന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്യാമറയിലൂടെ നിരീക്ഷിക്കുകയായിരുന്നിരിക്കും ഇയാളെന്ന് ലത്തീഫിന് തോന്നിയിരുന്നു. എന്ത് തീരുമാനിച്ചു എന്ന് ഉദയ് ചോദ്യം ആവർത്തിച്ചു. തൽക്കാലം എനിക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇറാഖി ആർമിയിലെ ഏറെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഞാൻ എന്ന് ലത്തീഫ് പറഞ്ഞു തുടങ്ങി. ശേഷം ഉദയ് കണ്ടപാടെ നടത്തിയ കുശലാന്വേഷണത്തോട് നേരത്തെ പറഞ്ഞ അതേ മറുപടി അയാൾ വീണ്ടും ആവർത്തിച്ചു. ഇനിയും 1-2 വർഷത്തെ സർവീസ് എനിക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കണം. ഫിദായി ആവുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ. സോറി, എനിക്ക് ഈ ഡീൽ സ്വീകരിക്കാനാവില്ല. എന്നോട് ഇതിൻ്റെ പേരിൽ വിരോധം തോന്നരുത് എന്ന് ലത്തീഫ് അഭ്യർത്ഥനയുടെ സ്വരത്തിലാണെങ്കിലും ഉറപ്പിച്ച് തന്നെ ഉദയനോട് പറയുന്നു. അത് കേട്ടതും ഉദയ് സദ്ദാമിൻ്റെ മുഖം ചുവന്നു തുടുക്കുന്നു. വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അയാൾ ഒരു നിമിഷം അതേ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് ഇത്രയും പറഞ്ഞു: അതൊന്നും സാരമില്ല, നമുക്ക് പഴയ പോലെ നല്ല സ്നേഹിതരായി തന്നെ തുടരാം. ഉദയ് ഇങ്ങനെ തിടുക്കപ്പെട്ട് ഇറങ്ങിപ്പോയി സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ 2 ഭീമന്മാരായിട്ടുള്ള ബോഡി ഗാർഡുകൾ അസം അൽ തിക്രിതിയും സലാം അൽ ഓസിയും അകത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടി ലത്തീഫിൻ്റെ 2 കൈകളും ഇറുക്കി പിടിച്ച് അയാളെ പൊക്കിയെടുക്കുന്നു. ഇയാൾ ധരിച്ചിരുന്ന യൂണിഫോമിൻ്റെ തോളിലെ 2 നക്ഷത്രങ്ങൾ അടങ്ങിയ സ്ട്രിപ്പ് അവർ വലിച്ച് ഇളക്കി കളയുന്നു. അതിനുശേഷം കണ്ണുകൾ രണ്ടും കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി അയാളെ അവർ വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. നേരത്തെ കൂട്ടിക്കൊണ്ടുവന്ന അതേ മെർസിഡസ് ബെൻസ് ലിമോസിനിൽ അയാളെ തിരിച്ച് കുത്തിക്കയറ്റുന്നു. ആ യാത്രയുടെ തുടക്കത്തിൽ ഈ വണ്ടി പോകുന്നത് ഇതെങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമമൊക്കെ ലത്തീഫ് നടത്തുകയുണ്ടായി. പക്ഷേ ആ കാർ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടി ഒടുവിലൊരു ഘട്ടം എത്തിയപ്പോൾ അയാളുടെ ദിശാബോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. പിന്നെയും കുറേ ദൂരം ഓടി ഒടുവിൽ അത് എവിടെയോ എത്തി നിന്നു. കണ്ണുകെട്ടി കൂടെ വണ്ടിയിൽ കയറിയ മല്ലന്മാർ തന്നെ അയാളെ കാറിൽ നിന്ന് പിടിച്ചിറക്കി. തന്നെ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രം അയാൾക്ക് തിരിഞ്ഞു. ഏതൊക്കെയോ ഇടനാഴികളിലൂടെയും പടിക്കെട്ടുകളിലൂടെയും ഒക്കെ നടത്തിക്കൊണ്ടുപോയി ഒടുവിൽ അയാളെ അവർ ഒരു ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് തള്ളി അതിന് വാതിലടയ്ക്കുന്നു. തൻ്റെ കണ്ണിലെ ബ്ലൈൻഡ് ഫോൾഡ് ഇവർ മാറ്റിയിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാകാൻ പിന്നെയും 2 മിനിറ്റ് സമയമെടുത്തു. ഇയാൾ കണ്ണുറന്ന് നോക്കിയപ്പോൾ 4 പാടും ചുവന്ന ചുമരുകൾ മാത്രമാണ് കാണുന്നത്. സത്യത്തിൽ ചുമര് ചുവന്ന നിറത്തിലല്ല, അത് വെള്ളയോ ഐവറിയോ കളറാണ്. ആ ചുവരിൽ ചുവന്ന വെളിച്ചം പുറപ്പെടുവിക്കുന്ന ഒരു ഹൈ വാട്ടേജ് ബൾബ് ഇട്ടിട്ടുണ്ട്. ആ ബൾബിൻ്റെ വെളിച്ചത്തിൽ ചുമര് ചുവപ്പ് നിറത്തിലാണ് എന്ന് തോന്നുന്നതാണ്. നിലം റെഡ് ഓക്സൈഡ് പൂശിയതാണ് എന്ന് തോന്നുന്നു. അത് തീരെ ചെറിയ ഒരു മുറിയായിരുന്നു. ആ മുറിയുടെ ഒരു ചുവരിലും ഒരു ജനൽ പോലുമില്ല. ഏറി വന്നാൽ 3 അടി 5 അടി വരും അതിൻ്റെ വലിപ്പം. തലയ്ക്ക് മീതെ മാത്രം കയ്യെത്താനാവാത്ത വിധത്തിൽ ഉയരമുണ്ട്. അതിൻ്റെ സീലിങ്ങും ചുവന്ന നിറത്തിൽ തന്നെയാണ് എന്ന് അയാൾക്ക് തോന്നി. ആ സെല്ലിൻ്റെ ഉള്ളിൽ കിടക്കാൻ കട്ടിലോ കിടക്കയോ ഒന്നുമില്ല. ആകെയുള്ളത് കനം കുറഞ്ഞ ഒരു ബ്ലാങ്കറ്റ് മാത്രമാണ്. അതിനോട് ചേർന്ന് ഒരു കുളിമുറിയോ കക്കൂസോ ഒന്നുമില്ല. മൂത്രമൊഴിക്കാൻ ഒരു ഓവോ ലോട്ടയോ പോലും ആ മുറിക്കുള്ളിലില്ല. അങ്ങനെ ആ കുടിസുമുറിക്കുള്ളിൽ ഒരല്പനേരം ചെലവിട്ടപ്പോഴേക്കും അയാളുടെ ഉള്ളിലെ ക്ലോസ്ട്രോഫോബിക് പതുക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്ന് ലത്തീഫിനെ ആദി പിടിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു മുറിക്കുള്ളിലേക്ക് തള്ളിയിട്ട് മടങ്ങി പോകുന്ന വഴിക്ക് ആ മല്ലന്മാർ വാ തുറന്ന് ഒരു വാക്കുപോലും ഇയാളോട് പറഞ്ഞിട്ടില്ല. എന്നാലും അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഉദയ് സദ്ദാമിൻ്റെ ഓഫർ നിരസിച്ച നിമിഷം തൊട്ട് താനൊരു തടവുകാരനാണ്, ഒരു സ്റ്റേറ്റ് പ്രിസണർ. ഒരാളെ ഇങ്ങനെ കടുത്ത ചുവന്ന വെളിച്ചത്തിൽ അടച്ചിടുന്നത് തന്നെ വല്ലാത്തൊരു പീഡനമാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ കണ്ണ് തുറന്ന വെളിച്ചത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റാതെയാവും. കണ്ണ് നീറാൻ തുടങ്ങും. തൻ്റെ തലയ്ക്ക് മുകളിലൂടെ ആ ബ്ലാങ്കറ്റ് എടുത്ത് മൂടി ലത്തീഫ് കണ്ണടച്ച് കാലുകൾ മടക്കി ഒതുങ്ങിക്കിടന്നു. അത്രയും നേരത്തെ ക്ഷീണത്തിൻ്റെ പുറത്ത് ആദ്യം അയാളൊന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ അധികം വൈകാതെ തന്നെ അയാൾ ഞെട്ടി ഉണർന്നു. ഉറക്കം വിട്ടപ്പോൾ താൻ കിടക്കുന്നത് എവിടെയാണ് എന്ന ബോധം ഉള്ളിൽ ഉദിച്ചതോടെ അയാൾക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. തന്നെ ഇവരിത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പേടിയാണോ അതോ ആ കുടിസുമുറിക്കുള്ളിൽ ഒറ്റയ്ക്കിങ്ങനെ അടഞ്ഞു കിടക്കുന്നതിൻ്റെ ആന്തലാണോ എന്നറിയില്ല. ലത്തീഫിൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സങ്കടം ഊറിക്കൂടി. കണ്ണുമിഴിച്ചപ്പോൾ ആ മുറിക്കുള്ളിലെ ചുവന്ന നിറം അയാളുടെ കൃഷ്ണമണിയിൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ഇടത്തും വലത്തുമൊക്കെ ഭയപ്പെടുത്തുന്ന ചുവപ്പ് നിറം മാത്രമാണുള്ളത്. ഇതൊന്ന് മാറാൻ വേണ്ടി അയാൾ കൺപോളകൾക്ക് മുകളിലൂടെ വിരലുകൾ ഇങ്ങനെ അമർത്തി തിരുമ്മി നോക്കി.
അങ്ങനെ ചെയ്തപ്പോൾ അയാളുടെ കൺമുന്നിലൂടെ നക്ഷത്രങ്ങളും മിന്നൽ പിണരുകളും ഒക്കെ പാഞ്ഞു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആദ്യം തോന്നിയത് കൂരിരുട്ടായിരുന്നുവെങ്കിലും നിമിഷ നേരത്തിനുള്ളിൽ അത് വീണ്ടും പഴയ അതേ കുത്തുന്ന ചുവപ്പ് വെട്ടത്തിലേക്ക് തിരിച്ചുപോയി. എന്തൊരു അസഹ്യമായിട്ടുള്ള ചുവപ്പാണിത്. ഉള്ളിലെ ഭയങ്ങളെയൊക്കെ അടക്കി വെച്ച് ഒന്നും ഓർക്കാതിരിക്കാൻ ശ്രമിച്ച് അയാൾ കുറച്ചു നേരം കൂടി ആ തണുത്ത നിലത്ത് ചുരുണ്ടുകൂടി കിടന്നു. അങ്ങനെ കിടന്നു മടുത്തപ്പോൾ പിന്നെ കുറച്ചു നേരം അയാൾ കുന്തിച്ചിരുന്നു നോക്കി. അര ദിവസമാണോ അതോ ഇനി ഒരു ദിവസമാണോ അങ്ങനെ കഴിഞ്ഞു പോയത് എന്നറിയില്ല. കാരണം പുറത്തു നിന്നുള്ള ഒരു ശബ്ദവും ആ മുറിയിലേക്ക് കടന്നു വരുന്നില്ല. നേരം എത്ര കഴിഞ്ഞു എന്നറിയാൻ ഒരു മാർഗവുമില്ല. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം പുറത്തുനിന്ന് കാലടി ഒച്ചകൾ കേട്ടു തുടങ്ങി. അയാളുടെ പരിശീലനം ശ്രദ്ധിച്ച കമാൻഡോ അറിയാതെ കൈത്തോക്കിനു വേണ്ടി അരയിൽ പരതി. തോക്കുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കാലടിയൊച്ച കേൾക്കുന്ന ദിക്കിലേക്ക് ചൂണ്ടി ഉന്നം പിടിച്ച് നിൽക്കേണ്ട സമയമാണ്. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു, താനിപ്പോൾ ഇറാഖി സൈന്യത്തിലെ ഒരു സെലിബ്രേറ്റഡ് കമാൻഡോ അല്ല, വെറും ഒരു ഹെൽപ്ലെസ് പ്രിസണർ മാത്രമാണ്. ആ നടന്നു വന്നത് അംഗരക്ഷകരിൽ ഒരാളായിട്ടുള്ള അസമാണ്. ചുവന്ന വെട്ടത്തിൽ അവ്യക്തമായിട്ട് മാത്രം കണ്ട ആ മുഖത്ത് നിന്ന് ഒരു ചോദ്യം ലത്തീഫ് കേട്ടു. വിശക്കുന്നുണ്ടോ? ഉത്തരത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ ഇതാ വല്ലതും കഴിച്ചോ എന്നും പറഞ്ഞ് ഒരു പ്ലേറ്റ് ലത്തീഫിന് മുന്നിലേക്ക് നീക്കി വെച്ച് അയാൾ മടങ്ങി. ഒരു ഗ്ലാസ് വെള്ളവും അയാൾക്ക് കൊടുത്തു. അത് പിന്നീട് അങ്ങോട്ട് നിരവധി ദിവസത്തേക്കുള്ള ഒരു പതിവായിട്ട് മാറി. ദിവസത്തിൽ ഒരു നേരം ഭക്ഷണവും വെള്ളവും തരും. പക്ഷേ വെളിക്കിറങ്ങാനുള്ള യാതൊരു സൗകര്യവും ആ മുറിയിലില്ല. അങ്ങനെ നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ ലത്തീഫ് അറിയാതെ മൂത്രമൊഴിച്ചു പോയി. ഈ മൂത്രം ഇങ്ങനെ ചാല് കീറി തൻ്റെ ബ്ലാങ്കറ്റിന് നേരെ പോകുന്നത് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് മൂത്രം പിടിച്ചു നിർത്തി. ഇത്രയും ആയപ്പോഴേക്കും വല്ലാത്തൊരു അമർഷവും സങ്കടവും ഭയവും ഒക്കെ ഒരേ സമയം ഇയാളുടെ ഉള്ളിൽ കിടന്ന് വിങ്ങാൻ തുടങ്ങി. ഇനിയും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുതേ, അപമാനിക്കരുതേ എന്ന് അയാൾ ഉറക്കെ വിളിച്ചു കൂവി. ആ സെല്ലിൻ്റെ കൽച്ചുവരുകളിൽ അയാൾ തന്നെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി. തല തല്ലി കരഞ്ഞു വിളിച്ചു. പക്ഷെ ആ രോദനങ്ങളിൽ ചെവി കൊടുക്കാൻ അപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ദിവസവും ഈ തിന്നൽ മാത്രമേ നടക്കുന്നുള്ളൂ. വെളിക്കിറങ്ങാൻ ഒരു നിവൃത്തിയുമില്ല. വയറ് പൊട്ടിത്തെറിക്കും എന്നായ നിമിഷം വരെ അയാൾ തന്നെ മലവിസർജനം പിടിച്ചു നിർത്തി. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ മുറിക്കുള്ളിൽ തന്നെ അതും അയാൾക്ക് ചെയ്യേണ്ടി വന്നു. സ്വന്തം വിസർജ്യത്തിൽ കിടന്നുറങ്ങേണ്ടി വരാതിരിക്കാൻ വേണ്ടി അയാൾ ആ കുടുസു സെല്ലിൻ്റെ ഒരു മൂലക്കൽ ചെന്നിരുന്ന് വെളിക്കിറങ്ങി. പക്ഷെ അതിൻ്റെ രൂക്ഷമായിട്ടുള്ള ദുർഗന്ധം അയാളുടെ നാസാരന്ധ്രങ്ങളെ പൊള്ളിച്ചു കളഞ്ഞു. ആ മുറിയിൽ നേരാമണ്ണം ഒന്ന് കാല് നീട്ടി കിടക്കാൻ പോലും ആർക്കും കഴിയില്ല. അങ്ങനെ ദിവസങ്ങൾ ചുരുണ്ടുകൂടി കിടന്ന് അയാളുടെ കാലിന് നല്ല വേദനയായി. കുറച്ച് ദിവസം അങ്ങനെ ആ കിടപ്പ് കിടന്നതോടെ പതുക്കെ അയാളുടെ മാനസിക നില തെറ്റാൻ തുടങ്ങി. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അയാൾ അവനവനോട് തന്നെ ചിണുങ്ങാനും കൊഞ്ചാനും ഇടയ്ക്കൊക്കെ കണ്ടമറി ഗദ്ഗതപ്പെടാനും തുടങ്ങി. ആ സെല്ലിൻ്റെ ഉള്ളിലെ ചോപ്പ് കലർന്ന ഇരുട്ട് അപ്പോഴേക്കും തെളിഞ്ഞ കാഴ്ചയ്ക്ക് വഴിമാറി കഴിഞ്ഞിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചുവരിലെ പല ഭാഗങ്ങളിലും കട്ട പിടിച്ചിരിക്കുന്ന ചോരപ്പാടുകളുണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അത് പക്ഷേ തൻ്റെ അല്ല, മറ്റാരുടെയാണ് എന്നും അയാൾക്ക് മനസ്സിലായി. എന്നും കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് അയാൾ ഒരു അര ഗ്ലാസ് മാറ്റി വെക്കുമായിരുന്നു. അത് അയാൾ തൻ്റെ ദേഹം നനച്ചു തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു. പക്ഷെ കിടത്തം വിസർജ്യങ്ങൾക്ക് നടുവിൽ സ്വന്തം മൂത്രത്തിൽ നനഞ്ഞു കുതിർന്ന ബ്ലാങ്കറ്റും പുതച്ചും കൂടിക്കൊണ്ടായിരുന്നത് കൊണ്ട് അതും ഗുണം ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഡെയിലി ഭക്ഷണം കൊണ്ടുവരുന്ന ഫ്രീക്വൻസി വെച്ച് ആ സെല്ലിനുള്ളിൽ താൻ വന്നു കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എന്ന് ലത്തീഫിന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ ഇവിടെ കുറച്ച് ദിവസം കൂടി കിടന്നാൽ തൻ്റെ ചോരപ്പാടുകളും ഇതേ ചുവരിൽ പതിഞ്ഞേക്കുമെന്നും അയാൾക്ക് തോന്നി. 8ാമത്തെ ദിവസം ഭക്ഷണം കൊണ്ടുവരുന്നതിനൊക്കെ മുമ്പായിട്ട് ആ സെല്ലിൻ്റെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. അസമയത്തുള്ള ആ തുറക്കലിൽ അന്ന് അയാളുടെ മുന്നിൽ പ്രത്യക്ഷനായത് ഗാർഡിന് പകരം സാക്ഷാൽ ഉദയ് സദ്ദാം ഹുസൈൻ തന്നെയാണ്. ഒരു കുറുക്കൻ്റെ ചിരിയോടെ അയാൾ ചോദിച്ചു, എന്താ ലത്തീഫെ, സുഖമല്ലേ ഇവിടെ? ഉദയ് പോയി കുറച്ചു നേരം കഴിഞ്ഞ് അംഗരക്ഷകർ വന്ന് ഇയാളെ വീണ്ടും കണ്ണുകൾ മൂടിക്കെട്ടി ആ സെല്ലിൻ്റെ പുറത്തേക്ക് ഇറക്കി. ആ കെട്ടിടത്തിൻ്റെ പുറത്ത് മരങ്ങൾക്കും കുന്നുകൾക്കും നടുവിൽ ഒരിടത്ത് ഇവർ അയാളെ കൊണ്ടു നിർത്തി. എന്നിട്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ അവർ അയാളുടെ കണ്ണിലെ കെട്ടഴിച്ചു മാറ്റി. പുറത്ത് നട്ടപ്പൊരി വെയിലാണ്. ഒരു മിന്നൽ പിണര് നേരെ വന്ന് കണ്ണിലടിച്ച പോലെയാണ് അയാൾക്ക് അപ്പോൾ അനുഭവപ്പെട്ടത്. അടുത്ത നിമിഷം തന്നെ കണ്ണിമകൾ ഇറുക്കി അടച്ച് 2 കൈകൊണ്ടും അയാൾ കണ്ണുകൾ മൂടി. അങ്ങനെ ഏതാണ്ട് 1 മിനിറ്റോളം നിന്ന ശേഷം അയാൾ പതുക്കെ കൈ നീക്കി കണ്ണ് തുറന്ന് കഷ്ടപ്പെട്ട് ചുറ്റിനും നോക്കി. ഇയാൾ നോക്കുമ്പോൾ എല്ലാം ചുവന്ന നിറത്തിലാണ്. ചുവന്ന നിറത്തിലുള്ള മരങ്ങൾ, ചെടികൾ, പുല്ലുകൾ, മലകൾ. ചുവന്ന നിറത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഉദയ് സദ്ദാം ഹുസൈനെയും അയാൾ കാണുന്നു. ഉദയൻ്റെ ഷർട്ടും പാൻറ്റും മുഖവും അയാളുടെ ഉന്തി നിൽക്കുന്ന പല്ലുകൾ പോലും ചുകാന്നിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ആഴ്ച നിന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ വേണ്ടത്ര ആലോചിച്ചോ? നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ട് ഇല്ലേ എന്ന് ഉദയ് സദ്ദാമിൻ്റെ ചോദ്യം.
ആ ചോദ്യം കേട്ടപ്പോൾ ആദ്യം ലത്തീഫിന് നല്ല കലിയാണ് വന്നത്. ഞാൻ ഇറാഖി ആർമിയിലെ ഒരു ഡെക്കറേറ്റഡ് ഓഫീസറാണ്. ഡിഫൻസ് മിനിസ്ട്രിയുടെ അറിവില്ലാതെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കൺഫൈൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഒന്നും കട്ടിട്ടും മോഷ്ടിച്ചിട്ടുമില്ല, ഇത് കഷ്ടമാണ് എന്ന് പറഞ്ഞു മുഴുമിച്ചപ്പോഴേക്കും നിസ്സഹായത കൊണ്ട് ലത്തീഫ് വിതുമ്പിപ്പോയി. ഇതിന് മറുപടിയായിട്ട് വീണ്ടും ഉദയ് സദ്ദാമിൻ്റെ തണുത്ത സ്വരം കേട്ടു. നിന്നെപ്പോലുള്ള 1000 സൈനിക ഓഫീസർമാർക്ക് ഇവിടെ എൻ്റെ ചെരുപ്പിൻ്റെ വില പോലുമില്ല. ഇനിയും നീ എൻ്റെ ഓഫറിന് നോ പറയുകയാണെങ്കിൽ നിൻ്റെ സഹോദരിമാർക്കും കുടുംബക്കാർക്കും നേരെ ഞാൻ എൻ്റെ വേട്ടപ്പട്ടികളെ അഴിച്ചുവിടും. അവരെ നിൻ്റെ മുന്നിൽ നിർത്തി ഞാൻ അപമാനിക്കും, മാനഭംഗപ്പെടുത്തും. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചു മാത്രം നീ മറുപടി പറയണം. ഉദയുടെ സ്വരത്തിൽ ഭീഷണി അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. ഇനിയും ഇയാളെ എതിർത്ത് നിന്നുകൊണ്ട് തനിക്കോ തൻ്റെ ഉറ്റവർക്കോ ഗുണമുണ്ടാവില്ല എന്ന് ആ നിമിഷം ലത്തീഫ് തിരിച്ചറിഞ്ഞു. ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല എങ്കിലും ഉദയ് സദ്ദാം ഹുസൈൻ്റെ ഫിദായി ആകാൻ, അയാളുടെ ബോഡി ഡബിൾ ആകാൻ ലത്തീഫ് ആ നിമിഷം സമ്മതം മൂളി. അതിന് പിന്നാലെ അയാളെ ഒരു മെർസിഡസ് കാറിൽ കയറ്റി ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള പ്രൊജക്ട് 7 എന്ന പേരുള്ള മറ്റൊരു കെട്ടിട സമുച്ചയത്തിലേക്ക് കൊണ്ടുപോയി. കലാഷ്നിക്കോവുകൾ ഏന്തിയ കമാൻഡോകൾ കാവൽ നിൽക്കുന്ന ഒരു അതീവ സുരക്ഷാ മന്ദിരം. ആ വലിയ മാളികയുടെ ഉള്ളിലെ ശീതീകരിച്ച വലിയ മുറിക്കുള്ളിൽ ചുരുങ്ങിയത് ഒരു 10-20 പേർക്കെങ്കിലും സുഖമായിട്ടിരിക്കാവുന്ന ഒരു വലിയ സോഫ സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ ആരെയെന്നില്ലാതെ കാത്തിരിക്കുന്ന നേരത്ത് ലത്തീഫ് യഹിക്ക് ഉള്ളിൽ വല്ലാത്ത ക്ഷീണവും അവമതിപ്പും സങ്കടവും അമർഷവും ഒക്കെ ഒരുമിച്ച് അനുഭവപ്പെട്ടു. എന്ത് സംഭവിക്കരുത് എന്ന് താൻ കരുതിയോ അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. താൻ മറ്റാരേക്കാളും വെറുക്കുന്ന ഒരു കാപാലികൻ്റെ അപരനാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിനാണ് തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആരായിരുന്നു ഉദയ് സദ്ദാം ഹുസൈൻ? സദ്ദാം ഹുസൈൻ്റെ കുപ്രസിദ്ധനായിട്ടുള്ള മൂത്ത പുത്രൻ. അമേരിക്കൻ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി 2003 ഇറാഖ് അധിനിവേശ കാലത്ത് അവരുടെ സൈനികർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പുറത്തിറക്കിയ ഏറെ കുപ്രസിദ്ധമായിട്ട് പിന്നീട് മാറിയ ഇറാഖിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളുടെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് അഥവാ ചീട്ടുകുത്തുണ്ട്. ഈ കുത്തിൽ 52 കാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ കാർഡിലും അമേരിക്ക അന്ന് തലയ്ക്ക് വിലയിട്ട ഇറാഖിലെ കൊടിയ കുറ്റവാളികളുടെ പേരും ചിത്രവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആ കുത്തിലെ എയ്സ് ഓഫ് സ്പേഡ്സ് സാക്ഷാൽ സദ്ദാം ഹുസൈൻ അൽ തിക്രിതി തന്നെയായിരുന്നു. അതേ കുത്തിലെ ഏറ്റവും വിലയുള്ള 3ാമത്തെ ചീട്ട് എയ്സ് ഓഫ് ഹാർട്ട്സ്, അതായിരുന്നു സദ്ദാമിൻ്റെ മൂത്ത മകൻ ഉദയ് സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ എന്ന സ്വേച്ഛാധിപതിയുടെ ഏറ്റവും കിറുക്ക് പിടിച്ച ഏറ്റവും ക്രൂരനായ പുത്രൻ. ഇറാഖിലെ അറിയപ്പെടുന്ന കാമവെറിയനും മയക്കുമരുന്നിന് അടിമയും സകലരും ഒരുപോലെ ഭയന്നിരുന്ന തികഞ്ഞൊരു സൈക്കോപാത്തുമായിരുന്നു ഉദയ് സദ്ദാം ഹുസൈൻ. മദ്യത്തിലും മയക്കുമരുന്നിലും മുഴുകിയ ഒരു ജീവിതമായിരുന്നു ഉദയ് സദ്ദാമിൻ്റേത്. ഫാൻസി സ്പോർട്സ് ലക്ഷറി കാറുകളിലും അയാൾക്ക് അതേ കമ്പമുണ്ടായിരുന്നു. ആളുകളെ ടോർച്ചർ ചെയ്യുന്നത് അയാൾക്കൊരു കലാരൂപവും തനിക്ക് ഇഷ്ടം തോന്നുന്ന യുവതികളെ തിരഞ്ഞുപിടിച്ച് റേപ്പ് ചെയ്യുക എന്നത് ഒരു വിനോദവും പോലെയായിരുന്നു. തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ പിടികൂടി തൻ്റെ മാളികയിലേക്ക് കൊണ്ടുവരാൻ ഒരു വേട്ട സംഘം തന്നെ അയാൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഉദയ് സദ്ദാം ഇങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളിയിട്ടുള്ള ഇരകളിൽ 14 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനി മുതൽ അയാൾക്ക് വഴങ്ങാതിരുന്ന മിസ് ഇറാഖ് വരെ ഉണ്ടായിരുന്നു. അതുപോലെ 1984 സദ്ദാം ഹുസൈൻ മകൻ ഉദയനെ ഇറാഖി ഫുട്ബോൾ അസോസിയേഷൻ്റെയും നാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെയും തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനെ ഉദയ് തലപ്പത്തിരുന്ന കാലം എന്ന് പറയുന്നത് ഇറാഖി ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു ശനിദശ തന്നെയായിരുന്നു. ഒളിമ്പിക്സ് കമ്മിറ്റി ഓഫീസിൻ്റെ നിലവറകളിൽ ഉദയ് സദ്ദാമിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത് വലിയൊരു ടോർച്ചർ ചേംബർ തന്നെയായിരുന്നു. കളിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ തെറ്റുകളോ പറ്റുന്ന താരങ്ങളെ കാത്തിരിക്കുന്നത് ചാട്ടവാറടിയും ജയിൽവാസവും അടക്കമുള്ള പീഡനങ്ങളാണ്. 86 മെക്സിക്കോ ലോകകപ്പാണ് ഇറാഖ് ആദ്യമായിട്ടും അവസാനമായിട്ടും യോഗ്യത നേടിയ ഒരേ ഒരു വേൾഡ് കപ്പ്. ഈ ടൂർണമെൻറ്റിൽ ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ, ബെൽജിയം, പരാഗ്വേ എന്നിവരടങ്ങിയ മരണ ഗ്രൂപ്പിലായിരുന്നു അന്ന് ഇറാഖ് ഉണ്ടായിരുന്നത്. അന്ന് കളിച്ച 3 മത്സരത്തിലും തോറ്റ് ബാഗ്ദാദിൽ മടങ്ങിയെത്തിയ ടീമിലെ ഒരാളെപ്പോലും വെറുതെ വിടാതെ ഉദയ് കടുത്ത ടോർച്ചറിന് വിധേയരാക്കി. അന്നത്തെ സ്റ്റാർ പ്ലെയർമാരെ പോലും ഉദയ് പീഡിപ്പിക്കാതെ വിടുന്നില്ല. അതുപോലെ 94 ലോകകപ്പിന് യോഗ്യത നേടിയില്ല എന്നതിൻ്റെ പേരിൽ ഉദയ് സദ്ദാം ഈ ഫുട്ബോൾ ടീം അംഗങ്ങളെ മുഴുവൻ കോൺക്രീറ്റിൻ്റെ ഫുട്ബോൾ കൊണ്ട് ദിവസങ്ങളോളം ട്രെയിൻ ചെയ്യാൻ നിർബന്ധിതരാക്കിയ സംഭവവും ഏറെ കുപ്രസിദ്ധമാണ്. ഇങ്ങനെ എന്തുകൊണ്ടും കുപ്രസിദ്ധനായിട്ടുള്ള ഉദയ് സദ്ദാം എന്ന അതിക്രൂരനായിട്ടുള്ള സൈക്കോപാത്തിൻ്റെ ബോഡി ഡബിളായിട്ടാണ് ഇനി മുതൽ ലത്തീഫ് യഹിക്ക് ജീവിക്കാനുണ്ടായിരുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള പ്രാഥമിക തയ്യാറെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ 3 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അയാളെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒന്നാമൻ മുനീം ഹമദ് അൽ തിക്രിതി, ഇറാഖിലെ അൽ ഖാസ് ഇൻ്റലിജൻസ് സർവീസിൻ്റെ സീക്രട്ട് ഒബ്സർവേഷൻ സെക്ഷൻ്റെ ഡയറക്ടറാണ്. രണ്ടാമൻ ക്യാപ്റ്റൻ സിയാദ് ഹസൻ ഹാഷിം അൽ നാസിറി.
ഇറാഖിൽ അയാൾ അറിയാത്ത ആരും തന്നെ ഇല്ല. സദ്ദാം ഹുസൈൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആരാച്ചാരും ടോർച്ചർ സ്പെഷ്യലിസ്റ്റും ഒക്കെയാണ് ഇയാൾ. പ്രസിഡന്റിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ആയിട്ടുള്ള റോക്കാന്റെ സഹോദരി ഭർത്താവ്. മൂന്നാമത്തെ ആൾ ക്യാപ്റ്റൻ സാദി ദഹാം ഹാസ അൽ നാസരി. സദ്ദാം ഹുസൈൻ്റെ അടുത്ത ബന്ധുക്കളിൽ ഒരാളാണ് ഇയാൾ. അവരയാളെ നേരെ കൊണ്ടുപോയത് ഉദയ് സദ്ദാമിൻ്റെ മുറിയിലേക്കാണ്. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മുറി, അറ്റാച്ച്ഡ് സ്വിമ്മിംഗ് പൂൾ, ചൂടുവെള്ളം സദാ പ്രവഹിക്കുന്ന ഒരു ജാക്കുസി, പതുപതുപ്പുള്ള ടവലുകൾ ഇഷ്ടം പോലെ, ഷേവിംഗ് സെറ്റുകൾ, ക്രീം, ബാത്ത് ഓയിൽ, ഷവർ ജെൽ, ഷാംപൂ, പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ക്രീമുകൾ, ചീപ്പുകൾ എന്നിങ്ങനെ എല്ലാം അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. നല്ല ക്ഷീണം കാണും നിങ്ങൾക്ക്. ദേഹം അത്രയും അഴുക്കുമല്ലേ. അത്യാവശ്യമായിട്ടൊന്ന് കുളിച്ചോളൂ, എന്നിട്ട് കിടന്നുറങ്ങിക്കോളൂ, നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. ഷവറിൽ കയറി ചൂടുവെള്ളം ദേഹത്തേക്ക് തുറന്നുവിട്ട് ഏറെ നേരം ഇയാൾ ഒരേ നിൽപ്പ് നിന്നു. ഒരാഴ്ചത്തെ അഴുക്കും വിസർജ്യങ്ങളും അടുക്ക് കെട്ടി നിന്ന ആ ദേഹത്തേക്ക് ചൂടുവെള്ളം വന്ന് വീണപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ഏറെ നേരമെടുത്ത് അയാൾ അതെല്ലാം രാഗി കളഞ്ഞ് വൃത്തിയാക്കി. ശേഷം പതുപതുത്ത മെത്തയിലേക്ക് ടവലും ചുറ്റിച്ചെന്ന് കിടക്കുന്ന അയാൾ മണിക്കൂറുകളോളം നേരം ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങി. അടുത്ത ദിവസം അയാൾ പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റു. കഴിഞ്ഞ ദിവസം ഇയാൾ കുളിക്കാൻ വേണ്ടി ഊരിയിട്ട അഴുക്കിൽ മുങ്ങിയ പട്ടാള യൂണിഫോമും ഷൂസും സോക്സും ഒക്കെ അപ്പോഴേക്ക് അപ്രത്യക്ഷമായിരുന്നു. അതിനൊക്കെ പകരം അയാൾക്ക് അന്നിടാനുള്ള പുത്തൻ വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇളം നിറത്തിലുള്ളൊരു സ്യൂട്ട്, വെള്ളക്കുപ്പായം, അടിവസ്ത്രങ്ങൾ ഒക്കെ തേച്ചു മടക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നല്ലൊരു സ്ലിപ്പറും ഒരു ബെൽറ്റും അവിടെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോലും മേശപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കുളിച്ച് വേഷം മാറി പ്രാതലും കഴിച്ച് തയ്യാറായി നിന്നു. തന്നെ കാണാൻ അധികം വൈകാതെ ആളെത്തുമെന്ന് ലത്തീഫിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. രാവിലെ തന്നെ മുനീം അഹമ്മദ് സ്ഥലത്തെത്തി. ഇയാളുടെ കയ്യിൽ 2 പേജുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. റിപ്പബ്ലിക് ഓഫ് ഇറാഖും ലത്തീഫ് യഹിയും തമ്മിലുള്ള ഉടമ്പടി. ഉദയ് സദ്ദാമിനെ കുറിച്ച് ഇനി അങ്ങോട്ട് അറിയാൻ സാധ്യതയുള്ള ഒരു രഹസ്യ വിവരവും പുറത്താർക്കും കൈമാറാൻ പാടില്ല. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന ശിക്ഷ മരണമാണ് എന്ന പൂർണ്ണബോധ്യം തനിക്കുണ്ട്. ഇത്രയുമായിരുന്നു ആ ഉടമ്പടിയുടെ രത്ന ചുരുക്കം. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് മുനീം മടങ്ങിയ ശേഷമുള്ള ആദ്യ ദിവസങ്ങൾ ലത്തീഫിന് വിശ്രമകാലമായിരുന്നു. പരിചാരകരോട് ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്ന കർക്കശമായിട്ടുള്ള നിർദ്ദേശം അയാൾക്കുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെ താമസത്തിനിടയ്ക്ക് അറിയാതെ തൻ്റെ പെരുമാറ്റത്തിൽ ഉദയ് സദ്ദാം ഹുസൈൻ്റെ രീതികൾ കടന്നു വരുന്നതായിട്ട് ഇയാൾ ശ്രദ്ധിച്ചു. പരിചാരകരോടുള്ള അഭ്യർത്ഥനകൾ പതുക്കെ നിർദ്ദേശങ്ങൾ ആജ്ഞകൾക്കും വഴിമാറുന്നുണ്ടായിരുന്നു. ഇയാൾ സംസാരം പതുക്കെ പരുക്കനാകാൻ തുടങ്ങി. 5-ാം ദിവസം ഇയാൾ പരിചാരകയോട് കയർത്തു സംസാരിച്ചു. വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ മാറി പൂശി സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് ദിവസത്തിൽ പലവട്ടം ഉദയ് സദ്ദാമിൻ്റെ വസ്ത്രങ്ങൾ മാറി ധരിച്ച് ലത്തീഫ് അവിടെ തികഞ്ഞ സുഖലോലുപനായിട്ട് കഴിഞ്ഞുകൂടി. അങ്ങനെ 11 ദിവസങ്ങൾ പിന്നിട്ടു. 12-ാമത്തെ ദിവസം ഇയാളിങ്ങനെ കിടക്കയിൽ വിശ്രമിക്കുന്ന സമയത്ത് മുറിയിലെ ടെലിഫോൺ മണിയടിച്ചു. ഇയാൾ ഫോൺ എടുത്തു. ഓഫീസ് റൂമിലേക്ക് വരൂ എന്ന് നിർദ്ദേശം കിട്ടി. അയാൾ ഉടനെ വേഷം മാറി സ്വീകരണ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ഉദയ് സദ്ദാമും മറ്റു 3 പേരും അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇറാഖിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അവരുടെ കൂടെ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർമാർ ലത്തീഫിനെ ഉദയ് സദ്ദാമിന് മുന്നിൽ തന്നെ നിർത്തി പരിപൂർണ്ണ നഗ്നനാക്കി വിശദമായിട്ട് പരിശോധിച്ചു. BP, ഷുഗർ, യൂറിൻ എന്നിങ്ങനെ നിരവധി പരിശോധനകൾക്ക് അയാൾ വിധേയനാക്കി. ഏതാണ്ട് 2 മണിക്കൂറോളം തുടർന്ന് ഈ പരിശോധനകൾക്ക് ശേഷം അയാളെ അവർ തിരിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം രാവിലെയാണ് ഈ പരിശോധനകളുടെ റിപ്പോർട്ട് വരുന്നത്. ലത്തീഫിൻ്റെ ശാരീരികാരോഗ്യം പരിശോധിക്കുന്നതിനൊപ്പം ലത്തീഫും ഉദയും തമ്മിലുള്ള സാമ്യം അളന്നുറപ്പിക്കാനുള്ള ഒരു അഭ്യാസം കൂടി അവർ നടത്തി. എന്തായാലും ഫലം പോസിറ്റീവായിരുന്നു. ഇവർ രണ്ടുപേരുടെയും ശരീരത്തിൻ്റെ നിറം ഏതാണ്ട് 99% ഒരുപോലെയാണ്. ലത്തീഫിന് ഉദയനേക്കാൾ 1 ഇഞ്ച് ഉയരം കുറവുണ്ട്. ഏതാണ്ട് 2 കിലോയോളം ഭാരക്കുറവുമുണ്ട്. ഉയരത്തിൻ്റെ കുറവ് ഒരു പ്രശ്നമല്ല. ഷൂസിൻ്റെ കനം കൂട്ടി അത് പരിഹരിക്കാനാവും. ഭാരമാണെങ്കിൽ ഭക്ഷണം കഴിപ്പിച്ച് കൂട്ടാനുമാവും. പക്ഷെ പ്രധാന പ്രശ്നം അതൊന്നുമല്ലായിരുന്നു. ഉദയൻ്റെ ഒരു പല്ല്, മുകളിലെ നടുക്കുള്ള പല്ല് സാമാന്യത്തിലധികം പുറത്തേക്ക് തള്ളിയാണ്. ഈ നടുക്കിലെ പല്ല് നമുക്ക് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ദിവസം അയാളെ അവർ വീണ്ടും ആ മെർസിഡസ് ലെമോസിനിൽ കയറ്റി അതേ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഇബ്നു സിന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രസിദ്ധ ദന്ത ഡോക്ടറും സദ്ദാം ഹുസൈൻ്റെ ഫാമിലി ഡെന്റിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ അഹമ്മദ് അൽ സംറായി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള 2 ദിവസങ്ങൾക്കുള്ളിൽ ലത്തീഫിൻ്റെ ആ ഡെന്റൽ പ്രൊസീജിയർ പൂർത്തിയാവുന്നു. അയാളുടെ പല്ല് ഉദയ് സദ്ദാമിൻ്റേത് പോലെ ഒരൽപ്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോലത്തിലേക്ക് അവർ മാറ്റിയെടുക്കുന്നു. അടുത്ത ദിവസം സദ്ദാം കുടുംബത്തിൻ്റെ പേഴ്സണൽ ഹെയർ ഗ്രൂമർ വന്ന് ലത്തീഫിൻ്റെ ഹെയർ സ്റ്റൈലും ഉദയൻ്റേത് പോലെയാക്കി മാറ്റുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽക്കാണ് യഥാർത്ഥ പരിശീലനം ആരംഭിക്കുന്നത്.
അൽ ഖാസ് എന്ന ഇറാഖി സീക്രട്ട് സർവീസ് ഏജൻസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു ലത്തീഫിൻ്റെ ട്രെയിനിങ്. ആ ട്രെയിനിങ് റൂമിലെ മുറിക്കുള്ളിൽ നിരവധി പാനസോണിക് ടെലിവിഷൻ സെറ്റുകളും BCPകളുമാണ് ഉണ്ടായിരുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾ ലത്തീഫിന് ചെലവിടാനുണ്ടായിരുന്നത് സദ്ദാമിൻ്റെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാസറ്റുകൾ കണ്ടുകൊണ്ടാണ്. താൻ എത്തിപ്പെട്ടിട്ടുള്ളത് കൊടിയ ഭീകരതയുടെ ടോർച്ചറിൻ്റെ ഒരു കാഴ്ച ബംഗ്ലാവിലാണ് എന്ന് അയാൾക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ളൊരു ഓഫീസർ ഒരു കാസറ്റ് എടുത്ത് BCPയിലിട്ടു. ശബ്ദമില്ലാതെ വെറും വീഡിയോ ദൃശ്യങ്ങൾ മാത്രമാണ് ആ കാസറ്റിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 30 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്, തല മുണ്ടനം ചെയ്ത് ഒരു ഇരുമ്പ് കസേരയിൽ ഇരുത്തിയിട്ടുള്ള ഒരു യുവാവ് ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്വാസം ഉള്ളിലേക്കെടുക്കാൻ അയാൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. കണ്ണുകൾ കുഴിയിൽ പോയ വിളറി വെളുത്ത ഒരു മെലിഞ്ഞ രൂപം. അവരയാളുടെ കൺപുരികങ്ങൾ വരെ വടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളൊന്ന് ക്ലോസ് വന്നപ്പോഴാണ് ലത്തീഫ് ശ്രദ്ധിക്കുന്നത്. എന്തിനാണ് ഇയാളുടെ വീഡിയോ തന്നെ കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ലത്തീഫ് കൂടെ ഉണ്ടായിരുന്ന ഓഫീസറുടെ നേർക്ക് ഒന്ന് നോക്കുന്നു. അയാൾ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ലത്തീഫിനോട് ടെലിവിഷൻ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സ്ക്രീനിൽ ഇരുന്നയാളുടെ കൈകൾ പെട്ടെന്ന് കസേരപ്പിടിയിൽ വല്ലാതെ ഒന്ന് അമരുന്നു. അപ്പോഴാണ് ഇയാൾ ഈ ഇരുത്തിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ചെയറിലാണ് എന്നും അവരെ അയാൾ ഇടവിട്ട് ഷോക്കടിപ്പിച്ച് പീഡിപ്പിക്കുകയാണ് എന്നും ലത്തീഫിന് ബോധ്യം വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ അയാൾ കാണാൻ നിർബന്ധിതനായത് ഒന്നിനൊന്ന് ക്രൂരമായിട്ടുള്ള 35-ലധികം ടോർച്ചർ വീഡിയോകളാണ്. സദ്ദാമിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാത്ത, ഗവൺമെൻറ്റിനെ ദുഷിക്കുന്ന, രാജ്യത്തിനെതിരെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികളെ കാത്തിരിക്കുന്ന ദുർഗതി എന്താണ് എന്ന് ലത്തീഫിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു ഈ വീഡിയോ പ്രദർശനം. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് തന്നെ വലിയൊരു ട്രോമയാണ്. അതിനുശേഷം അയാളെ അവർ കാണിക്കുന്നത് ഉദയ് സദ്ദാം പല ഔദ്യോഗിക ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകളാണ്. അതിലെ ഉദയിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ച് അതേപോലെ അനുകരിക്കാൻ മുനീം ലത്തീഫിന് നിർദ്ദേശം കൊടുത്തു. പ്രത്യേകിച്ച് ഉദയ് ചിരിക്കുന്ന രീതി, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതി, സിഗാർ വിരലുകൾക്കിടയിൽ പിടിച്ച് പുകവലിക്കുന്ന രീതി, ഇതൊക്കെയും ലത്തീഫ് വരും ദിവസങ്ങളിൽ വിശദമായിട്ട് കണ്ടുപഠിക്കുന്നു. ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം ഒളിമ്പിക് സ്റ്റേഡിയത്തിലൊരു ഫുട്ബോൾ മത്സരം നടക്കുന്ന ദിവസം ഉദയ് സദ്ദാം തൻ്റെ ബോഡി ഡബിളിനെ പൊതുജന മധ്യത്തിൽ പരീക്ഷിക്കുന്നു. അന്നുവരെ പഠിച്ച പാഠങ്ങളെല്ലാം തന്നെ ലത്തീഫ് വളരെ വിജയകരമായി തന്നെ പുറത്തെടുക്കുന്നു. അവിടെ ആ ചടങ്ങിൽ വന്നിരിക്കുന്നത് ഉദയ് സദ്ദാം അല്ല, അയാളുടെ അപരനാണ് എന്ന് ഒരൊറ്റ കുട്ടിക്ക് പോലും മനസ്സിലായതേയില്ല. പിന്നീട് അങ്ങോട്ട് ലത്തീഫ് യഹിയയ്ക്ക് ഉദയ് സദ്ദാമിൻ്റെ ബോഡി ഡബിളായിട്ട് കഴിച്ചു കൂട്ടേണ്ടി വന്നത് നീണ്ട 4 വർഷങ്ങളാണ്. ഉദയ് സദ്ദാമിൻ്റെ ബോഡി ഡബിളായിട്ട് അയാളുടെ മൂക്കിൻ്റെ ചുവട്ടിൽ ജീവിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള പണിയല്ല. അയാളുടെ എല്ലാവിധ വൈകാരിക വിക്ഷോഭങ്ങൾക്കും ദുരഭിമാനത്തിൻ്റെ പുറത്തുള്ള കോപത്തിനും വൈരാഗ്യത്തിനുമൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഇരയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കഴിയുന്നതിനിടയ്ക്ക് പലവട്ടം ലത്തീഫ് യഹിയയ്ക്ക് ഉദയിൽ നിന്ന് മർദ്ദനമേൽക്കുന്നു. പലതവണ ഉദയ് അയാളെ പൊതുജന മധ്യത്തിൽ തന്നെ അധിക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. ഗത്യന്തരമില്ലാതെ അതൊക്കെ സഹിച്ച് പിടിച്ചു നിൽക്കുന്ന യഹിയ ഒടുവിൽ നാടുവിട്ട് ഓടുന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഒരിക്കൽ എന്തോ നിസാര കാര്യത്തിൻ്റെ പേരിൽ കുപിതനായി ഉദയ് സദ്ദാം അയാളെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ്. ഉദയിൻ്റെ ലൈംഗിക അടിമകളിൽ ഒരാളായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള യുവതി ലത്തീഫിന് നേരെ പ്രലോഭനങ്ങളുമായിട്ട് ചെന്നു എന്ന കാര്യം ഉദയിൻ്റെ കാതിൽ ചെന്നു വീണതോടെയാണ് ലത്തീഫ് അയാളുടെ ഗുഡ് ബുക്സിൽ നിന്ന് പുറത്തു പോകുന്നത്. 1991 ഉത്തര ഇറാഖിലേക്ക് കടക്കുന്ന ലത്തീഫ് യഹിയെ കുർദുകൾ ഉദയ് സദ്ദാമാണെന്ന് ധരിച്ച് ആദ്യം അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അല്ല എന്ന് മനസ്സിലായതോടെ 92 അയാൾക്ക് ഓസ്ട്രിയയിൽ രാഷ്ട്രീയ അഭയം നൽകപ്പെട്ടു. 95 ഓസ്ട്രിയയിൽ വെച്ച് യഹിയയ്ക്ക് നേരെ ഒരു വധശ്രമം നടക്കുന്നു. അതിനുശേഷം അയാൾ ലണ്ടനിലേക്ക് കുടിയേറി പാർത്തു. ഇതിനൊക്കെ ശേഷമാണ് ലത്തീഫ് യഹിയ ഉദയ് സദ്ദാമിൻ്റെ ബോഡി ഡബിൾ എന്ന നിലയ്ക്കുള്ള തൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമായിട്ട് എഴുതുന്നത്. ഇതേ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ന്യൂസിലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ ലീ ടമോഹരി, അതായത് ഡൈ അനദർ ഡേ എന്ന ജെയിംസ് ബോണ്ട് ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള അതേ ലീ ടമോഹരി 2011 ഡൊമിനിക് കൂപ്പറെ ലത്തീഫ് യഹിയായിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ട് ഡെവിൾസ് ഡബിൾ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതും ലത്തീഫ് യഹിയുടെ കഥ ലോകപ്രസിദ്ധമാകുന്നതും. ലത്തീഫിനെ ഇക്കണ്ട പീഡനങ്ങൾക്കൊക്കെ വിധേയമാക്കിയ സാക്ഷാൽ ഉദയ് സദ്ദാം ഹുസൈൻ പിന്നീട് 2003 അമേരിക്കൻ അധിനിവേശ സമയത്ത് നടന്ന ഒരു ആംബുഷിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. തലയ്ക്കുമേലെ $30 മില്യൺ ഇനാമുണ്ടായിരുന്ന ഉദയ് സദ്ദാമിനെ അയാൾക്ക് അഭയം കൊടുത്തിരുന്ന നവാഫ് അൽ സൈദാൻ എന്ന വിശ്വസ്തൻ തന്നെ അമേരിക്കൻ സൈന്യത്തിന് ഒറ്റുകൊടുക്കുകയായിരുന്നു. 2003 ജൂലൈ 22 അമേരിക്കൻ സൈന്യത്തിൻ്റെ 101 എയർബോൺ ഡിവിഷൻ്റെ സഹായത്തോടെ ഉദയ് താമസിച്ചിരുന്ന മാളിക വളയുന്ന 200ഓളം കമാൻഡോകൾ അടങ്ങിയ ജേസോക് ടാസ്ക് ഫോഴ്സ് 20 എന്ന അമേരിക്കൻ സൈനിക സംഘം നടത്തിയ വെടിവെപ്പിൽ ഉദയ് സദ്ദാം, അനിയൻ കുസൈ സദ്ദാം,
കുസയുടെ 14-കാരനായിട്ടുള്ള മകൻ മുസ്തഫ എന്നിവർ കൊല്ലപ്പെടുകയാണ് അന്നുണ്ടാവുന്നത്. ഈ ഉദയ് സദ്ദാമിനെ കുറിച്ചും അയാളുടെ ബോഡി ഡബിളായിട്ട് താൻ നടത്തിയ ഹ്രസ്വകാല സേവനത്തെക്കുറിച്ചുമൊക്കെ ലത്തീഫ് യഹിയ തൻ്റെ പുസ്തകത്തിലൂടെയും അല്ലാതെയുമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കഥകൾ വസ്തുതാപരമല്ല എന്നൊരു ആക്ഷേപവും നിലവിലുണ്ട്. ലത്തീഫ് പറഞ്ഞതിൻ്റെ വസ്തുനിഷ്ഠതയിൽ സംശയം തോന്നി അന്വേഷണം തുടങ്ങിയ ഐറിഷ് ടൈം ലേഖകനായിട്ടുള്ള ഇയോൺ ബട്ട്ലറും സൺഡേ ടൈംസിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള എഡ് സീസറും ഇറാഖി പൗരന്മാരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി പേരെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ അവർ ആരോപിക്കുന്നത് രൂപസാമ്യം മുതലെടുത്ത് ഉദയ് സദ്ദാമായിട്ട് അഭിനയിച്ച് ഇറാഖിൽ തട്ടിപ്പ് നടത്തി കുടുങ്ങിയ ഒരു ഇമ്പോസ്റ്റർ മാത്രമാണ് ലത്തീഫ് യഹിയ എന്നാണ്. എന്നാൽ ഈ ആക്ഷേപങ്ങളെ ഒന്നടങ്കം നിഷേധിക്കുന്ന യഹിയ മുന്നോട്ട് വയ്ക്കുന്നത് മേൽപ്പറഞ്ഞ കക്ഷികൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള അറിവുമില്ലാതിരുന്ന ഒരു സ്റ്റേറ്റ് സീക്രട്ട് മിഷൻ ആയിരുന്നു തൻ്റേത് എന്നും അതുകൊണ്ട് മാത്രമാണ് പൊതുമണ്ഡലത്തിൽ ഇതിനെക്കുറിച്ച് യാതൊരു റെഫറൻസുകളും ഇല്ലാതെ പോയത് എന്നുമുള്ള വിശദീകരണമാണ്. ഘടകവിരുദ്ധമായിട്ടുള്ള പക്ഷങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇവരിൽ ആര് പറയുന്നതാണ് വാസ്തവം എന്നറിയാൻ നിലവിൽ യാതൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ജനാധിപത്യം ഒരു സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചു പോയാൽ, രാജ്യം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ, നാടുവാഴുന്ന ഏകാധിപതികളോട് ചോദിക്കാനും പറയാനും ഒരു സംവിധാനവും നാട്ടിൽ ഇല്ലാതെയായാൽ, നീതിന്യായ വ്യവസ്ഥയുടെ ചെക്സ് ആൻഡ് ബാലൻസസ് ഇല്ല എങ്കിൽ ഒരു രാജ്യത്ത് എന്തൊക്കെ നടക്കാം എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന് ലത്തീഫ് യഹിയയുടെ ജീവിതകഥ തന്നെയാണ്. ഒരു മനുഷ്യന് സഹജീവികളോട് ഇത്രയ്ക്ക് ക്രൂരത പ്രവർത്തിക്കാനാകുമോ എന്ന് നമ്മളത് കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് അതിശയിച്ചു പോകും. അതുപോലെ ശാരീരികമായ പീഡനങ്ങളെക്കാൾ എത്ര വലുതാണ് ഒരാളുടെ ആത്മാഭിമാനം മുറിപ്പെടുത്തിക്കൊണ്ട് അയാളുടെ ചലന സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് നടത്തുന്ന മാനസിക പീഡനമെന്നും ഈ അനുഭവങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെയുള്ള ദുർഗതികളിലേക്ക് നമ്മുടെ രാജ്യമെന്നല്ല ഒരു നാടും പോകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.